എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. ജീവിതത്തിലെ മസിൽ പിടിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ മസിൽ പിടുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഗൗരവത്തിൽ മസിൽ പിടിച്ചിരിക്കുക, ആ മസിൽ പിടുത്തല്ല കേട്ടോ. ശരിക്കും പെയിൻഫുൾ ആയിട്ട് മസിൽ കയറുക എന്നൊക്കെ പറയില്ലേ, മസിൽ ഉരുണ്ട് കയറി മസിൽ സ്പാസം, ക്രാംസ്, ആ മസിൽ പിടുത്തത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അത് അനുഭവിക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ എല്ലാ മസിൽ പിടുത്തക്കാരും പ്രശ്നക്കാരാണോ, അല്ലെങ്കിൽ എല്ലാ മസിൽ പിടുത്തങ്ങളും മസിൽ ക്രാംസും പ്രശ്നക്കാരാണോ ചോദിച്ചാൽ അല്ല. എന്നാൽ ചില മസിൽ പിടുത്തങ്ങൾ, ചില മസിൽ ക്രാംസ് പ്രശ്നക്കാരാണ്. അത് ചില സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങളുടെ വാർണിംഗ് സൈൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ മസിൽ ക്രാംസ് ആണ്, അതിൻ്റെ കൂടെയുള്ള ഏതൊക്കെ വാർണിംഗ് സൈൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല മസിൽ ക്രാംസിനെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു മസിൽ ക്രാംസിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള മസിൽ ക്രാമ്പാണ്. നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന വീഡിയോയിലുള്ള മസിൽ ക്രാംസ് എന്ന് പറയുന്നത് ശരീരത്തിൽ കാൽഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം അറിയാലോ, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞു പോകുന്നതിൻ്റെ ഹൈപ്പോ കാൽസ്യമയുടെ ഫലമായിട്ടുണ്ടാവുന്ന ട്രൂസർ സൈൻ എന്ന് പറയും ഞങ്ങളുടെ മെഡിക്കൽ ലാംഗ്വേജിൽ. അതൊരു സൈനാണ്. സാധാരണയായിട്ട് ഇങ്ങനെ കാൽഷ്യം വളരെ രക്തത്തിൽ കുറഞ്ഞ രോഗികളുടെ BP നോക്കുന്ന സമയത്ത് നമ്മൾ BP കഫ് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രഷർ കൂട്ടി ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോലെ, അപ്പോൾ ഒരു പ്രഷറിൽ മീതെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലാണ് ഈ കൈ ഇങ്ങനെ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മസിൽ സ്പാസത്തിൽ പോകുന്നത്. അപ്പോൾ ഇതും ഒരു മസിൽ ക്രാമ്പാണ്. അപ്പോൾ ഇത് കാൽഷ്യത്തിന്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളാണോ? ഒരിക്കലല്ല. കാൽഷ്യത്തിന്റെ കുറവ് കാരണം ഫിറ്റ്സ് വരെ ഉണ്ടാവും, സീഷർ ഉണ്ടാവും, മനസ്സിലായോ? അതായത് അപസ്മാരം ഉണ്ടാവും. അപ്പോൾ കാൽഷ്യത്തിന്റെ കുറവ് കാരണം ഉണ്ടാവുന്ന ഈ മസിൽ ക്രാംസ് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നക്കാരും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രശ്നക്കാരല്ലാത്ത മസിൽ ക്രാംസ്, പ്രശ്നക്കാരല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രോഗങ്ങളുടെ കാരണമായിട്ടല്ലാതെ അപ്പോഴത്തെ ഒരു ടെമ്പററി റീസൺ കാരണം ഉണ്ടാവുന്ന, അപ്പോൾ എന്തോ നമ്മൾ ചെയ്തു അതുകൊണ്ട് മസിൽ ക്രാംസ് ഉണ്ടായി, അങ്ങനെയുള്ള ഇൻഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന മസിൽ ക്രാംസിന്റെ കാരണങ്ങൾ നോക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം. നോക്കൂ, നമ്മൾ ഒന്നാമത്തെ കാര്യം, അധികം ശാരീരിക അധ്വാനം ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങ് ശാരീരിക അധ്വാനം ചെയ്തു. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ, സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്, നമ്മൾ സ്ഥിരമായിട്ട് സ്പോർട്സിലൊന്നും അങ്ങനെ പങ്കെടുക്കാത്ത ആളാണ്, പക്ഷേ സ്പോർട്സ് ഡേ ആയപ്പോൾ നമ്മൾ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ അങ്ങ് പങ്കെടുത്തു, ഭയങ്കരമായിട്ട് ദേഹാധ്വാനം ചെയ്തു. അന്ന് രാത്രി നമുക്ക് ചിലപ്പോൾ മസിൽ ക്രാമ്പ് അടിക്കാം. അതുപോലെ ജിമ്മിൽ പോയി തുടങ്ങുന്ന ആളുകൾ സ്ലോ ആൻഡ് സ്റ്റഡി പോവാതെ ആ ഭയങ്കര ഓവർ എന്തൂസിയാസം കാരണം ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു, അപ്പോഴും നമുക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ അന്ന് മസിൽ ക്രാംസ് അടിക്കും. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളല്ലാതെ പെട്ടെന്നൊരു എക്സസൈസ്, പെട്ടെന്ന് നമ്മൾ ദേഹാധ്വാനം ഓവറായിട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മസിൽ ക്രാംസ് അടിക്കാറുണ്ട്. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോവുക, ഒരുമിച്ചിട്ട് കുറേ ദേഹാധ്വാനം ചെയ്യാതിരിക്കുക. അടുത്തത് ഡീഹൈഡ്രേഷൻ ആൻഡ് ഹീറ്റ് എക്സ്പോഷർ. നമ്മൾ ഹീറ്റ് സ്ട്രോക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ചൂടത്തെ സമ്മറിൽ ഭയങ്കര ഹീറ്റ് എക്സ്പോഷർ വിത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുമ്പോഴും മസിൽ ക്രാംസ് ഉണ്ടാവും. അപ്പോൾ അതും താൽക്കാലികമായിട്ടുള്ള മസിൽ ക്രാമ്പാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ബോഡി കൂൾ ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ ക്രാമ്പ് നമുക്ക് മാറിക്കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിങ്, ഒരേ പൊസിഷനിൽ കുറേ നേരം നിൽക്കുക. ഫോർ എക്സാമ്പിൾ, ഈ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലൊക്കെ പാറാവ് നിൽക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ടൈമിലൊക്കെ പാറാവിൽ നിന്ന് അവർ ഒരേ പൊസിഷനിൽ, ഇപ്പോൾ പട്ടാളക്കാർ അങ്ങനെ അവർക്ക് ഒരേ പൊസിഷനിൽ കുറേ നേരം നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടല്ല, അപ്പോഴത്തെ നമ്മുടെ ഒരു താൽക്കാലികമായിട്ടുള്ള എന്തോ റീസൺ കാരണം ഉണ്ടാകുന്ന താൽക്കാലിക മസിൽ ക്രാമ്പാണ്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ പ്രഗ്നൻസിയിലും നമുക്ക് ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്രശ്നക്കാരായിട്ടുള്ള മസിൽ ക്രാമ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളതാണ്. ഒബ്വിയസ്ലി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മസിൽ ക്രാംസ് വരുന്നു. ഇപ്പോൾ ചൂടൊക്കെ കാരണം ആ ചൂടിന്റെ എക്സ്പോഷറിൽ മാത്രമേ വരും, ഇടയ്ക്കിടയ്ക്ക് വരില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സിവിയർ ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് മാറാതെയുള്ള മസിൽ ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തൊക്കെയാണ് അങ്ങനെ വരാവുന്ന മസിൽ ക്രാംസിന്റെ കോമണസ്റ്റ് ആയിട്ടുള്ള റീസൺസ്? ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പറഞ്ഞാൽ ചില ധാതു ലവണങ്ങളുടെ ഡെഫിഷ്യൻസിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഈ 3 ധാതു ലവണങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഈ പറയുന്ന മസിൽ ക്രാംസ് റിക്കറന്റ് ആയിട്ട് സിവിയർ ആയിട്ട് കാണാറുണ്ട്. അതിൽ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു സംഭവമാണ്. ഈ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണ്ടത്ര വേണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബ്ലഡിൽ കാൽഷ്യം നോക്കുന്ന സമയത്ത് കാൽഷ്യം ഒക്കെ നോർമലായിട്ട് ഉണ്ടായിരിക്കും, പക്ഷേ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത് കുറവായിരിക്കും, കാരണം വൈറ്റമിൻ ഡി കുറവായിരിക്കും. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ ഇത്തരത്തിൽ നമുക്ക് മസിൽ ക്രാംസ്, കാൽഷ്യം കുറഞ്ഞുണ്ടാവാറുണ്ട്. അതല്ലാതെ വേറെ പല കാരണങ്ങൾ കൊണ്ടും കാൽഷ്യം കുറയാറുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം കുറഞ്ഞാലും ഉണ്ടാവാറുണ്ട്. അടുത്തത് ക്രോണിക് കിഡ്നി ഡിസീസസ്.
ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ കിഡ്നിയുടെ പ്രോബ്ലം ഒക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ മസിൽ ക്രാംസ് ഉണ്ടായിട്ട് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും. മനസ്സിലായോ? ക്രോണിക് കിഡ്നി ഡിസീസസിൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്, അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് മസിൽ ക്രാംസ് ചില ആളുകളിൽ ആദ്യം കാണുന്ന സൈനോ അല്ലെങ്കിൽ ആദ്യം കാണുന്ന ലക്ഷണമൊക്കെ മസിൽ ക്രാംസ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ക്രിയാറ്റിനൊക്കെ ഹൈ ആയിട്ട് കാണാം. അപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസസിലും ഇത്തരത്തിൽ കാണാറുണ്ട്. ചില ക്രോണിക് ലിവർ ഡിസീസസിലും കാണാറുണ്ട്. പെരിഫറൽ വാസ്കുലർ ഡിസീസസ് അത് വലിയൊരു എന്താ പറയുക ടോപ്പിക്കാണ്. പെരിഫറൽ വാസ്കുലർ ഡിസീസസ് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കാലിലേക്കോ കയ്യിലേക്കോ, സാധാരണയായിട്ട് കാലിലേക്കാണ്, ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അപ്പോൾ അതിനെ പെരിഫറൽ വാസ്കുലർ ഡിസീസസ് എന്നാണ് ജനറലി പറയുക. ഡ്യൂ ടു പുവർ ബ്ലഡ് സർക്കുലേഷൻ ടുവേർഡ്സ് നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിലേക്ക്. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ലോവർ ലിംബാണ് കാണാറുള്ളത്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്, കുറേ അസുഖങ്ങൾ അതിൻ്റെ കാരണങ്ങളായിട്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ക്രോണിക് സ്മോക്കേഴ്സിലൊക്കെയാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണാം. അല്ലാതെയും ധാരാളം വാസ്കുലർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള ധാരാളം കോസുകളുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയുന്ന കുറേ അസുഖങ്ങളിൽ ഇത്തരത്തിൽ മസിൽ ക്രാംസ് വരാറുണ്ട്. അപ്പോൾ അത് എന്താണ്, രക്തയോട്ടം കുറവാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ രക്തയോട്ടം കുറവാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഡയബറ്റിസിൽ ഇത്തരത്തിൽ മസിൽ ക്രാംസ് കാണാറുണ്ട്. അതുപോലെ തൈറോയ്ഡ് ഡിസീസസ്, ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് പ്രോബ്ലംസിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രഗ്നൻസി ഒരു ഡിസീസ് അല്ല എങ്കിൽ പോലും. അപ്പോൾ ഞാനിപ്പം ധാരാളം കാരണങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കിഡ്നി ഡിസീസസ്, ലിവർ ഡിസീസസ്, തൈറോയ്ഡ് പ്രോബ്ലംസ്, ഡയബറ്റീസ്, പെരിഫറൽ വാസ്കുലർ ഡിസീസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസുകൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ ഇതിൻ്റെയൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള ആൾക്ക് മസിൽ ക്രാംസ് മാത്രമായിട്ട് വരാം. അതിൻ്റെ കൂടെ തന്നെ വേറെ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്കതൊരു റെഡ് സിഗ്നലാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേറെ ലക്ഷണങ്ങൾ? ക്രോണിക് കിഡ്നി ഡിസീസുള്ള ആൾക്ക് ചിലപ്പോൾ എന്താണ്, നീര് വയ്ക്കാം അല്ലേ, കയ്യിലും കാലിലും നീര് വെക്കുന്നു, അതിൻ്റെ കൂടെ മസിൽ ക്രാംസ് വരുന്നു. അതുപോലെ യൂറിൻ പതഞ്ഞു പോകുന്നു, യൂറിൻ കളർ മാറി ഡാർക്ക് കളറിൽ പോകുന്നു. അപ്പോൾ യൂറിൻ സംബന്ധമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ വിത്ത് നമ്മുടെ ഈ പറയുന്ന പോലെ സ്വെല്ലിങ്, അതായത് നീര് വെക്കുക, അതിൻ്റെ കൂടെ മസിൽ ക്രാംസ് ഉണ്ടെങ്കിൽ അത് വലിയ ഒരു വാർണിംഗ് സൈൻ ആണ്. നമ്മുടെ കിഡ്നി ഡിസീസസിൻ്റെ എന്തെങ്കിലും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞ പോലെ തന്നെയാണ് ലിവർ ഡിസീസസിൻ്റെ കാര്യം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മസിൽ ക്രാംസിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരുന്നു, അങ്ങനെയുള്ള ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നു. ഭയങ്കര ക്ഷീണം, ഛർദി, അങ്ങനെയൊക്കെ വയറ് വീർത്തു വരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രോണിക് ലിവർ ഡിസീസസിൻ്റെ ലക്ഷണങ്ങളായേക്കാം. വേറെ നമ്മൾ പറഞ്ഞത് ഈ വീക്ക്നെസ് എന്ന് പറയുന്നത്, നമുക്ക് മസിൽ ക്രാംസിൻ്റെ കൂടെ തന്നെ വീക്ക്നെസ്. അപ്പോൾ ഈ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണം നമ്മൾ അതിനെ കണക്കാക്കില്ല. പക്ഷേ ഈ ക്ഷീണം ഉണ്ടല്ലോ, ഈ പറയുന്ന ക്രോണിക് കിഡ്നി ഡിസീസസിലെ, ലിവർ ഡിസീസസിലെ ഇതിൻ്റെയൊക്കെ വലിയൊരു ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷീണം ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഒരിക്കലും നമ്മൾ അതിനെ എന്താ പറയുക, അവഗണിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ളൊരു വാർണിംഗ് സൈൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിൽ അറിയാലോ, ക്രാംസ് മാത്രമല്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദാഹം, ഭയങ്കര വിശപ്പ്, വെയിറ്റ് ലോസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. തൈറോയിഡിൽ പലപ്പോഴും വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാവുക, മുടി കൊഴിയുക, പിന്നെ ഭയങ്കര തണുപ്പ്, ഇങ്ങനെയുള്ള കൺകറൻ്റ് ആയിട്ടുള്ള കൂടെയുള്ള സിംറ്റംസ് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നത്തിലും കാണാം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഡേഞ്ചർ സൈൻസ് ആണ് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട. മസിൽ ക്രാംസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളതിനെ അവഗണിക്കാറാണ് പതിവ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അമൃതാഞ്ജനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൊളിനി ജെല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച മൂവോ ഒക്കെ തേച്ചിട്ട് നമ്മൾ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എല്ലാ മസിൽ ക്രാംസുകളും അങ്ങനെയല്ല. അതിന് പലപ്പോഴും ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടായിരിക്കും. ആ കോസ് നിങ്ങൾക്ക് ഇടവിട്ട് മസിൽ ക്രാംസ് വരുന്നു, സിവിയറായി വരുന്നു, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ പോയി കാണിക്കണം. ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് ഷുഗർ ലെവൽസ് നോക്കണം, HbA1c നോക്കണം, തൈറോയിഡ് നോക്കണം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ലെവൽസ് നോക്കണം, ക്രിയാറ്റിനിൻ നോക്കണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം, ഹീമോഗ്ലോബിൻ നോക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ബേസിക് ടെസ്റ്റുകളാണ്. സോ മസിൽ ക്രാംസ് വിട്ടുമാറുന്നില്ലെങ്കിൽ അവഗണിക്കരുത്. അപ്പോൾ ഇതാണ് ടേക്ക് ഹോം മെസ്സേജ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോക്കുമായിട്ട് കാണുന്നത് വരെ ബൈ.